ഇതിനായി ദൈവം നിന്റെ സ്നേഹമൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ആന്തരികമാകുന്നു, അവളുടെ മേലങ്കി പൊന്നുമുതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തൊഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്കു ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സ്വർഗ്ഗത്തിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകനെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ള ആൾക്കും പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിഞ്ഞു നിൽക്കുന്ന സഭയിൽ ഞങ്ങളിങ്ങനെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാലും എല്ലാവരുടെയും സൃഷ്ടാവാകുന്നു ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മറ്റൊരു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. നിങ്ങൾ ഇന്ന് ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും പൗലോസ്ലീഹ എഫേസൂസിലെ സഭയിൽ എഴുതിയ ലേഖനം എപ്പോഴും എല്ലാവരിനും വേണ്ടി നമ്മുടെ കർത്താവായ ഈശോയുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും വിശുദ്ധാനുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുകയും ഭാര്യമാരെ നിങ്ങൾ കർത്താവ് എന്നതുപോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും എന്തെന്നാൽ മിശിഹായുടെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. മിശിഹ തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ മിശിഹായ്ക്ക് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. മിശിഹ സഭയെ എന്നതുപോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോട് മിശിഹായോട് ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങൾ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യമാരെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ബഹുമാനിക്കുകയും വേണം. പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദി മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ. പാടിടുന്നേ. ഹല്ലേലൂയ. 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 പാടിടുന്നേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സമാധാനം നിങ്ങളോട്
അങ്ങയുടെ അങ്ങയുടെ ആത്മാവോടും കൂടി വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹവിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹവിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്ക് എന്ത്, എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും നിങ്ങളത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം പക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവർക്കാരനെ എടുത്തുകൊണ്ട് ചെല്ലുമെന്ന് അവൻ പറഞ്ഞു. അവർ പ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ വെള്ളം കലവർക്കാരൻ രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവർക്കാരൻ മണവാളനെ വിളിച്ചവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞാത്തി വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങൾ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത്. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട ആൽവിൻ, ഏഞ്ചൽ, അവിടെ സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഏഞ്ചൽ വളരെ മാന്യമായിട്ട് സാരിയൊക്കെ ഉടുക്കൊണ്ട് വന്നതിൽ അഭിനന്ദനങ്ങൾ. ഇവിടുത്തെ കല്യാണം ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പറയണ്ടല്ലോ, നമ്മുടെ വീട്ടുകാർക്കും പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ. നമ്മുടെ വിവാഹമെന്ന കൂതാശയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. വിവാഹമെന്ന കൂതാശയ്ക്കും അതുപോലെ എല്ലാ കൂതാശയ്ക്കും 3 അടയാളങ്ങളുണ്ട്. ഒന്ന്, ഇത് ദൈവം സ്ഥാപിച്ചതാകണം. 2, ഭാഗ്യമായ അടയാളം ഉണ്ടാകണം. 3, ആന്തരികമായ അടയാളം ഉണ്ടാകണം. ഭാഗ്യമായ അടയാളം എന്താണെന്ന് ചോദിച്ചാൽ പറയൂ. ഞാൻ പറയാം. നിങ്ങളുടെ കൺസെന്റ് വിവാഹിതരായിക്കൊള്ളാം എന്നുള്ള ഉറപ്പുണ്ടല്ലോ, അതാണ് ഭാഗ്യമായ അടയാളം. എങ്കിലേ സാധുവായ വിവാഹം ആസ്വദിക്കപ്പെടുക. കുറച്ചുകൂടെ അടയാളങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അല്പം വരെ പെണ്ണും ചെറുക്കനുമായിരുന്നു നിങ്ങൾ ഇവിടെ വന്നിരുന്നാൽ വധുവരന്മാരെന്ന് പറയും. സഭയുടെ അഭിഷിക്തൻ വിവാഹം ആശീർവദിച്ചു കഴിഞ്ഞാൽ നവദമ്പതികളാവും, പിന്നെ മാതാപിതാക്കളാവും, വല്യപ്പനും വല്യമ്മയൊക്കെ ആവും. അതൊക്കെ ഒരു വിവാഹം എന്ന ഉദാശയുടെ ഭാഗ്യമായ അടയാളം കൂടെയാണ്. ആന്തരികമായ അടയാളം എന്താണെന്ന് ചോദിച്ചാൽ ജീവിതാന്തിമയെ നിലനിൽക്കാനുള്ള ഔദാശികമായ വരപ്രസാദം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇത് ആര് സ്ഥാപിച്ചാണെന്ന് ചോദിച്ചാൽ ബൈബിളിലെ ശിശുവിന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. അത് ഏകനായിരിക്കുന്നതല്ല, അതുകൊണ്ട് അവർ ചേർന്ന ഇണയെ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ദൈവം ആദ്യത്തെ വിവാഹം അവരെ ഇണചേർക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ പുസ്തകങ്ങളിലും കുടുംബജീവിതത്തിലെ കഥകളാണ് പഴയ നിയമത്തിൽ കാണാനുള്ളത്. ഇന്ന് വായിച്ച വായനയിൽ നമ്മൾ കേട്ടതുപോലെ ഈശോയുടെ സാന്നിധ്യം കൊണ്ട് കാനായിലെ കല്യാണം അവിടെ ആശീർവദിക്കുന്നുണ്ട്. അപ്പോൾ ദൈവമാണ് ഈ കൂദാശ സ്ഥാപിച്ചത്. 3 അടയാളം. 1, ദൈവം സ്ഥാപിച്ച്. 2, ഭാഗ്യമടയാളം, കൺസെന്റ്. 3, കൃപാവരം നിങ്ങൾക്ക് ജീവിക്കാൻ നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ സുവിശേഷത്തിൽ തൊട്ട് സത്യം ചെയ്യും. ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് നിങ്ങൾ വാഗ്ദാനം ചെയ്യുക. ഇത് പലപ്പോഴൊക്കെ ഓർക്കണം. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ സുവിശേഷത്തിൽ തൊട്ട് കഴിഞ്ഞ് ചെയ്തതാണെന്നുള്ള കാര്യം. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിവാഹം എന്ന് പറയുന്നത് ദൈവം അനാദിയിലെ നിങ്ങളുടെ പങ്കാളിയെ തിരഞ്ഞെടുത്തില്ല. നിങ്ങളിപ്പം സെലക്ട് ചെയ്യുന്നതാണ്. ആൽബിന് ചേർന്ന ഇടയെ ദൈവം നേരത്തെ തിരഞ്ഞെടുത്തു. നിങ്ങൾ കണ്ടുപിടിക്കാൻ താമസിച്ചതാണ്. ദൈവത്തിന്റെ ഒരു തിരഞ്ഞെടുപ്പാണ് ഇവിടെ പൂർത്തീകരിക്കുന്നത്. രണ്ടുപേരും വീട്ടിൽ നിന്ന് സ്തുതിയേറ്റി ഇറങ്ങാറുണ്ട്. ലാറ്റിൻകാർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയാം. എൻ്റെ വാക്കൊക്കെ വയ്ക്കുന്ന പല പരിപാടികൾ അവിടെ കണ്ടില്ല. നമുക്കിവിടെ അപ്പച്ചായി സംശയം സ്വീകാരിക്കട്ടെ, അമ്മച്ചായി സംശയം സ്വീകാരിക്കട്ടെ, പിന്നെ വല്യമ്മ ഇരിപ്പുണ്ടല്ലോ. അവർക്കെല്ലാം സ്തുതി കൊടുത്തുകൊണ്ടാണ് നമ്മൾ ദേവാലയത്തിലേക്ക് വരുന്നത്. എന്താണ് ഈ സ്തുതിയുടെ അർത്ഥം? എൻ്റെ
പഞ്ചായത്തിരുന്നാൽ എന്നെ വളർത്തിയതിന് നന്ദി. പക്ഷേ എനിക്ക് നിശ്ചയിക്കപ്പെട്ട പെണ്ണായ ഏഞ്ചലിന്റെ മക്കളിലേക്ക് പോകണമെന്ന് ആൽബിന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഏഞ്ചല് ട്രിവാൻഡ്രത്ത് വന്നപ്പം അതിലൂടെ ഈ ദേവാലയത്തിലേക്ക് വന്നു. ഇനി നിങ്ങൾ അണ്ടല്ല, ഒറ്റ ശരീരമാണ്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് പറയും. അങ്ങനെ ആത്മാവിന്റെ ശരീരത്തിലും മനസ്സിലുമൊക്കെ ഏക ശരീരമാകുന്ന ഒന്നാണ് ഈ വിവാഹജീവിതം. രണ്ട് കുടുംബങ്ങളാണ് ഇവിടെ സംഗമിക്കുന്നത്. ഒന്ന് ലാറ്റിൻ സഭയും ഒന്ന് സീറോ മലബാർ സഭയും. രണ്ടിൻ്റെതായ പാരമ്പര്യങ്ങൾ അവിടെയുണ്ട്. അവയെല്ലാം സംയോജിപ്പിച്ച് ഏക ശരീരമായി ജീവിക്കുവാനായിട്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. അവന്റെ നാഴ്ചപ്പോൾ ദൈവമേ നിനക്ക് സ്തുതി എന്ന് ഓരോ വിശുദ്ധ കുർബാനയിലും പറയാറുണ്ട്. അതുപോലെ ആൽബിൻ ഏഞ്ചലിന്റെ കയ്യെ പിടിച്ചിട്ട് പറയണം, നീയാകുന്ന അവർണിയവദാനത്തിൽ ദൈവമേ നിനക്ക് സ്തുതി. തിരിച്ചും ആണുങ്ങൾക്ക് ഹൃദയമുള്ള സ്നേഹം എന്ന് പറഞ്ഞത്, പല പെണ്ണുങ്ങൾ പറയുമ്പോൾ സ്നേഹമില്ല. കാരണം സ്നേഹം എക്സ്പ്രസ് ചെയ്യാതെ അവർക്ക് അനുഭവിക്കാൻ പറ്റില്ല. മനസ്സിലുണ്ടായിട്ട് കാര്യമൊന്നുമില്ല. നമ്മളെ സ്നേഹം എക്സ്പ്രസ് ചെയ്താലേ അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്രകാരം നിങ്ങൾ അത് പങ്കുവയ്ക്കണം. അതോടെ പുരുഷനാണ് എപ്പോഴും കുടുംബത്തിന്റെ നാഥൻ. ഇന്ന് പെണ്ണുങ്ങളെല്ലാം ശമ്പളക്കാരായി എല്ലാം ജോലിയായി കഴിയുമ്പം ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമാണെന്ന് പറഞ്ഞ് പല കുടുംബങ്ങളും വരുന്നുമുണ്ട്. ഡൈവേഴ്സ് ആകുക. പയ്യന് വീഴ്ചയുള്ളവനാണ്. അപ്പം പുരുഷൻ എപ്പോഴും ഒരു അംഗീകാരം കിട്ടുമെന്നുള്ള ജന്മത്തിലെ ഉള്ളതാണ്. അതുകൊണ്ട് സ്ത്രീ അവരെ ബഹുമാനിക്കണം എന്നുള്ളതാണ്. ഇന്ത്യൻ സംസ്കാരം അങ്ങനെ തന്നെയാണ്. പുരുഷനാണ് കുടുംബത്തിന് നാഥൻ, അല്ല പിന്നെ അവരെ മാപ്പിള എന്ന് പറയുകയാണ് ചില വീട്ടിൽ. അപ്പൊ അങ്ങനെ ആകാതെ കുടുംബത്തിൽ കുടുംബനാഥനെ സ്ഥാനം കൊടുക്കാനും ഭാര്യ സ്ഥാനം കൊടുക്കുന്ന വഴി പങ്കാളിയെ സ്നേഹിക്കാനും ഭർത്താവിന് സാധിക്കും. അങ്ങനെയുള്ള ഒരു സന്തോഷപരമായ ജീവിതം നയിക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. അതോടൊപ്പം ഇവിടെ ഒരു മിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. താലി നമ്മൾ കെട്ടാൻ പോകുന്നു. മിന്നെ കുരിശടയാളം കുറെ കുത്തുകുത്തായിട്ട് അതിലിട്ടുണ്ട്. ഈ മിന്നെന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ ഇന്ത്യയുടെ ഭാരത സംസ്കാരത്തിൽ പെടുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ മിന്ന് നമ്മള് അമ്മച്ചിമാരെ അല്ല ഭാര്യമാര് മരിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ കൊണ്ടു കൊടുക്കും. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നമ്മള് ബലിയർപ്പിക്കാൻ ഉപയോഗിക്കുന്ന കാസായും പീലാസയൊക്കെ പൂശാനായിട്ട് ഈ മിന്ന ഉപയോഗിക്കും. അപ്പൊ എത്രമായ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് എന്റെ കഴുത്തിൽ കിടക്കുന്നതെന്ന് ഏഞ്ചലിന് ഓർക്കാൻ സാധിക്കും. അങ്ങനെ ജീവിതത്തിൽ ദൈവത്തിനായി നമ്മളെ വിട്ടുകൊടുക്കുമ്പോൾ ദൈവം എല്ലാം അനുഗ്രഹമായി നിങ്ങളുടെ ചൊരിയും. ഇനി ഒത്തിരി കുടുംബത്തിലേക്കുള്ള യാത്രയാണ് നിങ്ങളുടെ ജീവിതം. അവിടെ അവസരം മാതാവ് എങ്ങനെ ജീവിക്കും? 14-12 വയസ്സൊക്കെ ആവുമ്പോഴാണ് വിവാഹം. ഒരു വർഷം മുമ്പാണ് മനസ്സമ്മതം എന്ന് പറയുന്നത്. ലാറ്റിൻസിന് എനിക്ക് വന്ന് മനസ്സമ്മതം ഇല്ലെങ്കിലും കുഴപ്പമില്ല, നേരെ വിവാഹത്തിന് വരാൻ പറഞ്ഞ മനസ്സിൽ. എന്തുതന്നെയായാലും ഇപ്രകാരം നമ്മള് വിവാഹ ജീവിതത്തിലേക്ക് അടുത്തുവരെ ഒരു വർഷം മുമ്പ് അവർ വിവാഹാലോചന നടത്തി സമ്മതം ചെയ്തിരുന്നതാണ് പരിശുദ്ധ അമ്മയും അതുപോലെ ഔസേപ്പ് പിതാവും. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറിയം ഗർഭിണിയാണെന്ന് കേൾക്കുന്നത്. അങ്ങനെ കേട്ടാൽ എന്താണ് ബൈബിളിൽ പറയുന്ന അറിയാമോ? അവളെ ഭർത്താവിന്റെ വീട്ടിൽ പഠിക്കൽ കൊണ്ടുപോയി ഗേറ്റ് കെട്ടി കല്ലെറിഞ്ഞ് കൊല്ലണമെന്നത്. അതുകൊണ്ടാണ് ഔസേപ്പ് പിതാവ് രഹസ്യത്തിൽ ഇവളെ ഉപേക്ഷിക്കാന്ന് വിചാരിച്ചു, ഉപദ്രവം ചെയ്യാൻ. അപ്പോഴാ ദൈവത്തിൽ നിന്ന് സ്വപ്നത്തിൽ പറയുന്നത് അവൾ ഗർഭിണിയായിരിക്കുന്ന പരിശുദ്ധാത്മാവിനാണ് അങ്ങനെ സ്വീകരിക്കുന്നത്. അങ്ങനെ ഔസേപ്പ് പിതാവിന് ഏതും തന്നെ നോക്കുമ്പോൾ ഒരു കുഞ്ഞുണ്ടായി ബെത്ലഹേമിലുണ്ടായി കഴിഞ്ഞപ്പോൾ ഉടനെ എടുത്തോണ്ട് ഓടാൻ പറഞ്ഞു, പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ഇങ്ങനെ ഉള്ള സഹനങ്ങളെ വഴിയായിരുന്നു ഔസേപ്പ്. മാതാവിന്റെയോ ഈ പറഞ്ഞ പോലെ ഇതാ കർത്താവദാസി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാം വരുന്നതോ ഭർത്താവായ ഗർഭിണിയാക്കാനുള്ള സ്ത്രീ ഇന്നത്തെ പോലെ അന്നും പറയും പരിശുദ്ധാളി, ഏത് പരിശുദ്ധാത്മാവ് തന്നെ ഗർഭിണിയാക്കി നിയോഗിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ മറിയം ഇപ്രകാരമുള്ള ജീവിതം ഏറ്റെടുത്തത് മുതൽ സഹനങ്ങളാണ്. പക്ഷെ മറിയം ഒരിക്കലും കരഞ്ഞതായിട്ട് പറയുന്നില്ല, എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചോളെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളൊക്കെ സന്തോഷപൂർവ്വം സമർപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതങ്ങൾ തിരുക്കുടുംബമായി മാറും. നിങ്ങളുടെ സഹനങ്ങളെ അഭിഷേകങ്ങളായി പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ മാറും. അതുകൊണ്ട് ആൽബിൻ എന്നെ അറിയാവുന്ന തോന്നുന്നു. ഞാൻ പല പ്രാവശ്യം നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. എത്രകളെ രണ്ടിനെ കാണുന്നില്ല, ഒന്നിനെ കാണുന്നു. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങളെ സഭയോട് ചേർന്ന് ജീവിക്കാനായിട്ട് സാധിക്കും. സഭയാണ് നമ്മുടെ അമ്മ. അപ്പൊ അമ്മ എന്താണ് നമ്മളോട് പറയുന്നത്?
സഭയോട് ചേർന്ന് ജീവിക്കുക എന്നുള്ളത്, അതിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിക്കുക എന്നുള്ളത്, തിന്മയുടെ എല്ലാം ബന്ധനങ്ങളിൽ നിന്ന് മാറുക എന്നുള്ളത്. അപ്പോൾ അപ്രകാരം ജീവിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. ബഹുമാനയുടെ അച്ഛൻ്റെയും സുനിയച്ഛൻ്റെയും എഴുന്നൂറ്റിലച്ഛൻ്റെ എന്നോട് വിളിച്ചു പറഞ്ഞ അച്ഛൻ്റെ ആശംസകൾ എല്ലാവർക്കും നേരുകയാണ്. നിങ്ങളുടെ ദൈവസമർത്ഥമായ വിയക്കപ്പോഴും വികാരിച്ചിൻ്റെയും എല്ലാം ദൈവം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഭക്തിയോടും വിഭാഗങ്ങൾക്ക് ദാശീലത്തിലാകുന്നവർക്ക് വേണ്ടി കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുക. വേണ്ടി സ്വരീകൾ സമർപ്പിച്ച സ്വർഗീയ മണകള പ്രശ്നത്തിലും ഐക്യത്തിലും ജാഗരണമാക്കിയും നയിക്കുവാൻ യോജനമാവുന്ന ആത്മീയവിരുദ്ധനായി സഹോദരെയും ക്ഷണിക്കുന്ന മിശിഹായെ പ്രമാണങ്ങളനുസരിച്ച് മാതൃകരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുദ്ധൻ പങ്കാരാകുവാൻ വിവാഹബന്ധത്തിന്റെ അഭേദ്യനെ പറ്റി പഠിപ്പിച്ച മിശിഹായെ പരസ്പരവിശ്വാസത്തോടും ശാരദാശത്തോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യം നയിക്കുവാൻ കല്യാണം വെച്ച് ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനമായി ജീവിക്കുവാൻ സമാധാനത്തിന്റെയും മാലയായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവിനും സമർപ്പിക്കുക. ചാക്കോ എന്ന് വിളിക്കപ്പെടുന്ന ആൽബിൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ഏഞ്ചലിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഏഞ്ചൽ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ആൽബിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുന്നു. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിനും സ്നേഹത്തിനും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധനായി ജീവിക്കുവാനും ഇതിന് മുദ്രിതമായിരിക്കുന്ന കുരിശിവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ അങ്ങ് ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.
കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കരുണിവാനായ കർത്താവേ, ഈ മന്ത്രകോടി അങ്ങ് ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന് വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന് വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സൗഭാഗ്യമേക മണ്ണിനെ വിണ്ണോട് ചേർക്കാം നന്മസ്വരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മണ്ണിനെ വിണ്ണോട് ചേർക്കാം നന്മസ്വരൂപനാകും യേശുനാഥൻ പിതാവും കന്യാംബികയും ഊമൽസുതനാമീശോയും സൗഭാഗ്യമേക മണ്ണിനെ നിന്നോട് ചേർക്കാൻ നന്മസ്വരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേക. ചൊല്ലിത്തരുന്ന പ്രതിജ്ഞാവാചകങ്ങൾ രണ്ടുപേരും കൂടി ഏറ്റുചൊല്ലണേ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സൗരജകൾ ധനിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതി ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രിയമുള്ളവരെ, വിവാഹമെന്ന കൂദാശയുടെ സ്വീകരണം വഴി പുതുതായിട്ട് രൂപം കൊണ്ടിരിക്കുന്ന ആൽബിൻ്റെയും ഏഞ്ചലിൻ്റെയും കുടുംബത്തിന് തോട്ടക്കാട് ഇടവകയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ രണ്ട് സഹോദരങ്ങളെയും ദൈവതിരുക്കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവർക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് സജീവമായിട്ട് പങ്കെടുക്കാം.
യൗസേ പിതാവേ പാലകനെ അണയുന്നു നിൻ തിരുസവിധേ. യൗസേ പിതാവേ പാലകനെ അണയുന്നു നിൻ തിരുസവിധേ. തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ. തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ. യൗസേ പിതാവേ പാലകനെ അണയുന്നു നിൻ തിരുസവിധേ. യൗസേ പിതാവേ പാലകനെ അണയുന്നു നിൻ തിരുസവിധേ. തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ. തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ. ക്രൂരമായ പീഡകളിൽ ജീവനാശഭീതികളിൽ ക്രൂരമായ പീഡകളിൽ ജീവനാശഭീതികളിൽ യേശുനാഥന് കാവലായി കൂടെ നിന്നവനേ. യേശുനാഥന് കാവലായി കൂടെ നിന്നവനേ. എന്റെ ജീവിത പാതകളിൽ കൂട്ടായി നീ വരണേ. എന്റെ ജീവിത ക്ലേശങ്ങളിൽ താങ്ങായി നീ വരണേ. എന്റെ ജീവിത പാതകളിൽ കൂട്ടായി നീ വരണേ. എന്റെ ജീവിത ക്ലേശങ്ങളിൽ താങ്ങായി നീ വരണേ. യൗസേ പിതാവേ പാലകനെ അണയുന്നു നിൻ തിരുസവിധേ. യൗസേ പിതാവേ പാലകനെ അണയുന്നു നിൻ തിരുസവിധേ. തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ. തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ. ക്ലേശമുയരും വീഥികളിൽ ത്യാഗജീവിത വേദികളിൽ ക്ലേശമുയരും വീഥികളിൽ ത്യാഗജീവിത വേദികളിൽ കന്യാമേരിക്ക് കാവലായി കൂടെ നിന്നവനേ. കന്യാമേരിക്ക് കാവലായി കൂടെ നിന്നവനേ. എന്റെ ജീവിത പാതകളിൽ കൂട്ടായി നീ വരണേ. എന്റെ ജീവിത ക്ലേശങ്ങളിൽ താങ്ങായി നീ വരണേ. എന്റെ ജീവിത പാതകളിൽ കൂട്ടായി നീ വരണേ. നെൽബിൻ ആന്റണിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നെൽബിൻ ഷെഫായി ദുബൈയിൽ വർക്ക് ചെയ്യുന്നു. വിളിക്കാൻ പോകും. ആൽബിന്റെ ഫാമിലി കംപ്ലീറ്റ് ആവുന്നത് അവരുടെ ഗ്രാൻഡ് മദർ കൂടി വേദിയിൽ എത്തിച്ചേരുമ്പോഴാണ്. അമ്മജിയെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
Let's now invite the family of the bride, her mother, Mrs. Bella John Baby, housewife. I request her sibling Sham Joel to come to the stage. He did his MSc in Project Management in UK and now working as a safety manager in Amazon London. ഏഞ്ചലിന് അമ്മയുടെയും അപ്പയുടെയും സ്ഥാനത്ത് നിന്ന് സപ്പോർട്ട് ചെയ്ത ഒരു ആൻറ്റി കൂടെയുണ്ട്. ഈ അവസരത്തിൽ മറിയം ആൻറ്റിയെയും മകൻ മനോജ് ആൻഡ് വൈഫ് ഷാനിയെയും കൂടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഇവർ രണ്ടുപേരും ദുബൈയിലാണ് വർക്ക് ചെയ്യുന്നത്. അവർക്ക് 2 മക്കളുണ്ട്. ക്രിസ്തീയ വിശ്വാസ പാരമ്പര്യം അനുസരിച്ച് എല്ലാ ശുഭകാര്യങ്ങളും പ്രാർത്ഥനയോടെയാണ് ആരംഭിക്കുന്നത്. ദീപം തെളിക്കൽ പ്രാർത്ഥനയുടെ ഒരു അടയാളമാണ്. അതിനായി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. May I request bride and groom to step forward for lamp lighting. ലോകത്തിന്റെ പ്രകാശമായ യേശുനാഥന്റെ ദിവ്യ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് ഇവർ തിരി തെളിയിക്കുകയാണ്. The depth of love. Now I request groom and bride to cut the cake, the epitome of love and sharing. കേക്ക് കട്ടിംഗ് നമ്മുടെ സ്വീറ്റസ്റ്റ് സെറമണിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ മധുരം നിറഞ്ഞതാകട്ടെ ഇവരുടെ ജീവിതമെന്ന് ആശംസിക്കുന്നു. കേക്ക് മുറിച്ച് പരസ്പരം മധുരം കൈമാറിക്കൊണ്ട് ഇവർ ജീവിതത്തിലേക്ക് പ്രവേശിക്കട്ടെ. I request groom and bride to cut the cake. എല്ലാവരും ആൽബിനും ഏഞ്ചലും പരസ്പരം മധുരം പങ്കുവയ്ക്കുകയാണ്. പ്രകാശം May I request to share the cake with Angel Gigi's family. വിശ്വപ്രകാശമേ I would also request Angel Gigi to do the same.
പിതാവേ അനന്ത